ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ഞാവലിൻ്റെ അപ്ഡേറ്റ് തന്ന് മടുത്ത്. കുറേ കാലത്തിന് ശേഷം ഇപ്പോഴാണ് വെള്ള കളറിലൊരു സാധനം ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഇത് കണ്ടില്ല, 50 ലിറ്ററിൻ്റെ ഡ്രമ്മിലാണ് വെച്ചിട്ടുള്ളത്. കുറച്ച് കഴിഞ്ഞ് കണ്ടില്ല കടവണ്ട നോക്കി ഞങ്ങൾ. എൻ്റെ ഒരു കയ്യിൻ്റെ ഇത് എത്രയുണ്ട് ഈ ബഡ് വളർന്ന്, ഇത് അതിൻ്റെ റൂട്ട് സ്റ്റോക്കിൻ്റെ കുറ്റി ബഡ് വളർന്നത്. അപ്പോൾ ഇവിടെ അത് വെള്ള ആയിട്ടില്ല, പക്ഷെ വെള്ള കളറായത് കാണിച്ചു തരാം. കണ്ട, ശരിക്കും എത്ര കാലം കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു പരുവത്തിലായതെന്നറിയോ? ഇത് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ പൂവിട്ടു, 3-4 തവണ പൂവിട്ടു, 4-5 തവണ കായ് പിടിച്ചു. എന്നിട്ട് ചെറിയൊരു പരുവത്തിൽ, ഇതിനേക്കാളും ചെറിയ പരുവത്തിൽ അത് കൊഴിഞ്ഞു പോയി, കൊമ്പടക്കം ഉണങ്ങിപ്പോയി. ഇപ്പോഴാണ് ഇത് ഈ കൊമ്പുകളൊക്കെ കണ്ടില്ലേ, ഇത് മിക്ക ഉണ്ടായിരുന്നത് ഇതൊക്കെ ഉണങ്ങിപ്പോയി. ഇതെന്താണ് ഈ കൊമ്പുകൾ കണ്ട, ഉണങ്ങിയ കൊമ്പുകളാണ്. ഇതെന്താണ് ഈ കൊമ്പുകൾ ഉണങ്ങാൻ കാരണം എന്നറിയില്ല. ഇതേ അവിടെ കായ് ഉള്ളതാണ്, പക്ഷെ ഇതിവിടെ കൊമ്പ് ഉണങ്ങി. അപ്പുറത്തെ സൈഡിലൊക്കെ കായ് ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്ഡേറ്റ് തരാറുണ്ട്. അപ്പോൾ എന്തേ നോക്കിയ പൂവിട്ടതിൻ്റെ ഇതാണ്, പൂവിട്ടത് പോയിട്ടുള്ളതാ. അപ്പോൾ വൈറ്റ് ഞാവലിന് മാത്രമായിട്ട് നമ്മളൊരു പ്ലേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, പൂവിട്ടത് കരിഞ്ഞു പോയേക്കണ. എന്താണെന്ന് അറിയില്ല, ഈ കൊമ്പടക്കം കരിഞ്ഞേക്കാണ്, കൊമ്പടക്കം ഉണങ്ങിപ്പോയിരിക്കുകയാണ്. അറിയാവുന്നവരൊന്ന് പറയൂ കേട്ടോ, കൊമ്പടക്കം ഉണങ്ങാനുള്ള കാരണം എന്താണെന്ന് അറിയില്ല. ഇതുമ്പോൾ ഞാനധികം ബലം പിടിക്കാനില്ല. കണ്ടില്ലേ, എന്താണ് പ്രശ്നമെന്ന് മനസ്സിലാവണില്ല. അറിയാവുന്നവർ പറയാം. ഭാഗ്യത്തോണ്ട് ദൈവാധീനം കൊണ്ട് ഇതിങ്ങനെ ഒരെണ്ണം പിടിച്ചിട്ടുണ്ട്. ഇത് മാത്രമാണ് പിടിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, 2022 ജൂലൈയിൽ വെച്ചതാണ്. ഈ 2 മാസം കൂടെ കഴിഞ്ഞ് 2 കൊല്ലമായി. അപ്പോൾ ഈ ഇത് മാത്രമാണ് ഇപ്പോൾ പിടിച്ചിട്ടുള്ളത്, വെള്ളഞ്ഞാവൽ. കൊമ്പുണക്കം വരുന്നുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അറിയാവുന്നവരൊന്ന് പറയുക. നല്ല രീതിയിൽ ബുഷിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളഞ്ഞാവലിൻ്റെ അപ്ഡേറ്റ് തരാൻ വേണ്ടി മാത്രം നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ ബാക്കി തോട്ടത്തിലെ പഴങ്ങളുടെയും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ ഇട്ട് തരാം. ഇത് തമ്പനയിലായിട്ട് വയ്ക്കാം നമുക്ക്.